മിഴികളിൽ നിറഞ്ഞു നിന്ന താരമിങ്ങു വന്നിതാ. കലകളിൽ 150 ആണ്ടു വിജയഗാഥയായിതാ. മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 150-ാം വർഷത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരേടാണ് ഇന്ന് മഹാരാജാസിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ശിഷ്യൻ മഹാകവി ചങ്ങമ്പുഴയുടെ പാദധൂളികൾ പണിത ഈ ഇടപ്പള്ളിയുടെ മണ്ണിൽ ഈ സായാഹ്നത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. സദ്ഗുണം പിടിച്ചവർ ഞങ്ങൾ. മഹാരാജാസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ 100 വർഷം പഴക്കമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ പൊതുവിദ്യാർത്ഥി സംഘടന. ലോകത്തിൻ്റെ ഏത് മൂലയിലും എവിടെ ചെന്നാലും എപ്പോൾ ചെന്നാലും അവിടെ ഒരു മഹാരാജാസുകാരനുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് കലയുടെ രംഗത്ത് കലാഭവനും. കേരള സൗഭഗ സംസ്കാരത്തിൻ സംഗമസാരഭവൻ. കൊച്ചിൻ കലാഭവനും മഹാരാജാസ് കോളേജും ഒരുമിച്ച് ചേരുമ്പോൾ വാക്കുകൾക്ക് അതീതമായ ഒരു സായാഹ്നത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ജീവിതത്തിൻ്റെ ശ്വാസവും നിശ്വാസവും വേദിയും കലയും ആണെന്ന് 100% വിശ്വസിച്ചുകൊണ്ട് ഇപ്പോഴും ആ കൊച്ചുകുട്ടിയാണ് കേട്ടോ. പ്രസാദേട്ടൻ്റെ ലേറ്റസ്റ്റ് FB-യിലെ വീഡിയോ കണ്ടാൽ ഒരു കരടിയുടെ കൂടെ നിന്ന് തുള്ളിക്കളിക്കുന്ന ഒരു പ്രസാദേട്ടനെ കണ്ടപ്പോൾ ആ ഇന്നർ ചൈൽഡ് ഏറ്റവും അധികമുള്ള പ്രസാദേട്ടൻ 50 വർഷമായെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോഴാണ് പ്രസാദേട്ടൻ ഓർക്കുന്നത്. പുള്ളി ഇപ്പോഴും 18 തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ആയുരാരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളോടെ നമുക്ക് തുടരാം. ആദ്യ തിരി ഞാനിതിരിക്കുന്നു. നിറഞ്ഞ ആദരവോടെ നമുക്ക് പ്രസാദേട്ടന് ആദരവ് നൽകുകയാണ്. മൊമൻറ്റോ നൽകി ആദരിക്കുന്നു. പൊന്നാട നൽകി പ്രസാദേട്ടൻ ആദരിക്കുകയാണ്. ശബ്ദാന എന്ന കലയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന പ്രസാദ് ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് കലാഭവൻ്റെ നാട്ടിലാണ്. കലാഭവൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ദീർഘകാലമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തുവാൻ
അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ചിരികളിൽ നിറഞ്ഞു നിന്ന താരമിങ്ങു വന്നിതാ, കലകളിൽ 150 ആണ്ടു വിജയഗാഥയായിതാ. മലയാളം നെഞ്ചേറ്റും മിമിക്രി ലോകത്തിൻ വേദികൾ കൈയടക്കി. എന്നും നിറഞ്ഞു നിന്ന പ്രതിഭയ്ക്കു സ്നേഹമോടെ ആദരവായി ഏകിടുന്നു നമ്മൾ. ഇന്നിതാ കോടിയാശംസ നൽകിടാം, കോടിയാശംസ. ഇന്നിതാ കോടിയാശംസ നൽകിടാം, കോടിയാശംസ.